ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഹസീന അച്ചായനെ എങ്ങനെ കണ്ടത്? പലർക്കും അത് അറിയാവുന്ന നൻപനൻപികളെ MRS തൊപ്പിയുടെ മുൻ കാമുകയായിട്ടുള്ള ഫസ്മിന സക്കർ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇതേ ഫസ്മിന സക്കറിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മുടെ അച്ചായൻ ഒരു വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ അച്ചായൻ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ തൊപ്പിയുടെ കൂടെ നടന്നിട്ടുണ്ടായിരുന്ന അതേ അച്ചായൻ തന്നെ. ഓക്കെ, അപ്പൊ പുള്ളിയാണെങ്കിൽ കുറെ എക്സ്പെക്ടേഷൻ വീസസ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അച്ചായൻ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ റിയാലിറ്റി ഫാസ്മിന സക്കീർ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്മിന സക്കീറിന്റെ മുഖംമൂടി അഴിച്ച് കളയുന്ന ഒരു പരിപാടിയാണ് പുള്ളി ചെയ്തേക്കുന്നത് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ അച്ചായന്റെ ആണെങ്കിൽ ഒരു അമ്മയുടെ ആണെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടാണെങ്കിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അതെന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അന്ന് തൊപ്പി അച്ചായന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നമ്മളിപ്പോ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതില് അച്ചായന്റെ അമ്മച്ചി കുറെ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറ്റുന്നവരെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എല്ലാരും ഒന്ന് സഹായിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു എമൗണ്ട് ഇട്ട് ഹെൽപ്പ് ചെയ്യും. തൊപ്പി ഇതിനകത്ത് പറയുന്നുണ്ട് തൊപ്പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തൊപ്പി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇട്ട് കൊടുത്തത് തന്നെ വലിയൊരു ഹെൽപ്ഫുൾ തന്നെയാണ് അച്ചായന്. ആൻഡ് അതിനുശേഷമാണെങ്കിൽ തൊപ്പിയുടെ ഇതിന് ശേഷമാണ് അതൊരു ക്രിപ്റ്റോയുടെ സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറെ പൈസയൊക്കെയാണ് തൊപ്പിയാണെങ്കിൽ കയ്യിലിരുന്ന ഇൻവെസ്റ്റ്മെന്റ് മൊത്തമാണെങ്കിൽ കയ്യിലിരുന്ന സമ്പാദ്യം മൊത്തമാണെങ്കിൽ ഒരു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പൈസ മൊത്തം പോയി അങ്ങനത്തെ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമന്റ് ബോക്സിൽ നിരന്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് തൊപ്പിയാണെങ്കിൽ അച്ചായന് പൈസ കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വേറൊരു ടാസ്ക് ഇറക്കിയതാണ്, ഇത് അങ്ങനെ ഒറിജിനലായിട്ടുള്ള സംഭവം എന്നുള്ള കുറെ ആൾക്കാർ അങ്ങനെ കമന്റ് ബോക്സുകളിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഫസ്മിനെ സക്കീറിനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അച്ചായനാണെങ്കിൽ പിന്നീട് വീഡിയോയ്ക്ക് അത് വെച്ചേക്കുന്നത്. ആദ്യം എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന വീഡിയോ ആണ്. ഞാൻ അത് ഇങ്ങോട്ട് വെക്കാം. എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? ആശുപത്രി അഡ്മിറ്റ് ആണ്. ഞാനിവിടെ ഉണ്ട്. ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നാ. അങ്ങനെ പറഞ്ഞു നാളെ ബസ്സിലെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. എന്നാലും നീ എന്നോടൊന്ന് പറയാലോ, അങ്ങനെ എല്ലാരും നല്ലല്ലോ. അല്ല എന്നെ വിട്, തങ്കുവും പതിയും കട്ട കമ്പനി അല്ലായിരുന്നു. ഇൻഷാല്ലാ ഓക്കെ. അപ്പൊ എനിവേ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. ഇതിൽ അച്ചായൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോക്കകത്ത് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് എന്താണ് എക്സ്പെക്ടേഷൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാര്യം കല്യാണത്തിന്റെ തലേദിവസമാണ് ഫസ്മിനെ ഇതുപോലെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യം ഈ ഒരു ടോക്ക് ഉണ്ടാവുന്നത്. അപ്പം കല്യാണത്തിന് വിളിക്കാതെ അല്ലെങ്കിൽ വിളിക്കും എന്നുള്ളതായിരുന്നു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ അമ്മയ്ക്കാണ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വരും അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യും എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. കാര്യം ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്തുനിന്ന് ഇതുപോലെ ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കല്യാണത്തിന്റെ കാര്യം വിളിച്ചില്ലല്ലോ അറിയിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് ഫസ്മിനെ പറയുന്നുണ്ട് ഞാൻ പിന്നീട് ഈ പറയുന്ന ഇപ്പൊ കല്യാണം കഴിഞ്ഞ വ്യക്തിയായിട്ടാണെങ്കിൽ പിന്നീട് കാണാൻ എറണാകുളത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ തന്നെ ബാക്കി ഇട്ടിരിക്കുന്ന ഭാഗം കൊണ്ട് ഞാൻ അങ്ങോട്ട് വെക്കാം. വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മളൊരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ ഇട്ടാ പിന്നെ ഞങ്ങൾ തമ്മിൽ അതാണ് ഇതാണ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ. അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല. പിന്നെ നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോരെ. അത് ഞാൻ വീഡിയോ ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാളെ സഹായിക്കണോ വേണ്ട എന്നുള്ളത് ഒരാളുടെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ളൊരു താല്പര്യമാണ്. അത് വേറൊരാൾക്കും പോയി അഭിപ്രായം വരേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് ഇതിനകത്താണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തൊരു വീഡിയോ ഇടാൻ താല്പര്യമില്ല. കാര്യം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തുപ്പിയായിട്ടുള്ള ആ ഒരു റിലേഷനായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെ ആൾക്കാരൊക്കെ ചിന്തിക്കും, അത്തരം കമന്റ്സ് കേൾക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്ന് പറയുന്നത് ദാറ്റ്സ് ഓക്കെ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതിനകത്ത് ഫസ്മിനെ സഹായിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് ഫസ്മിന തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ നടന്ന ആ ഒരു ടൈമിൽ ഫസ്മിന അന്നെ പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളതിലേക്ക് പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു.
അന്ന് ഫസ്മിനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട്. ആ കമന്റ്സ് വെച്ച് നോക്കുമ്പോൾ തൊപ്പയുടെ ഒരുമായിട്ട് റിലേഷനെ കണക്ട് ചെയ്ത ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. എന്നിരുന്നാലും അത് ഫസ്മിനയുടെ മാത്രം ഇഷ്ടമാണ് അങ്ങനെ ഒരു വീഡിയോ ഇടണമോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതിൽ ഒരാൾക്കും ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇതിനകത്ത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അച്ചായൻ ഇട്ടേക്കുന്നതാണ്. ഇതിന്റെ ഒപ്പം തന്നെ അച്ചായൻ ചേർത്തിട്ടേക്കുന്ന 2 ക്ലിപ്പുകളുണ്ട്. അതോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഒരു മനുഷ്യന്റെ 2 മുഖങ്ങളാണ് ഇപ്പൊ 2 വോയിസിലൂടെ നിങ്ങൾ കേട്ടത്. എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാള് എന്തൊക്കെയല്ലേ, എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കൊക്കെ മാത്രം അറിയാവുന്നതാണ്. എന്നെ സഹായിക്കേണ്ട വേണ്ട. പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് കാണിക്കാവോ? ഇന്നത്തെ ഡേറ്റിനല്ല, ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം. എന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെയോ തന്ന് സഹായിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാൻ, എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട്. ആക്ച്വലി അച്ചായൻ ഈ ഒരു കാര്യം നേരെ ഫസ്റ്റിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിനകത്താണെങ്കിൽ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഈ സെന്റിമെന്റ്സിന്റെ ഈ ഒരു BGM സാധനങ്ങളൊക്കെ കുത്തിക്കയറിയിട്ട് എനിക്ക് തോന്നുന്നു മേ ബി ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുത്തതായിരിക്കാം. എന്നിരുന്നാൽ കൂടി ഇങ്ങനൊരു സാധനം അച്ചായനും കൂടെ കണ്ടിട്ട് തന്നെയല്ലേ ഒരു വീഡിയോ അപ്ലോഡിന് വരിക. അപ്പം ആ ഒരു സാധനം ഇതുപോലെ BGM ഒക്കെ കുത്തിക്കയറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യകത ഒരു പബ്ലിക്കിലോട്ട് വന്ന് പറയേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടോ? കാര്യം അന്ന് ഫസ്മിനയുടെ ആ ഒരു ഇഷ്യൂ നടന്ന ടൈമിലൊക്കെ പബ്ലിക്കിൽ വന്ന വീഡിയോ ആയതുകൊണ്ടാണ് ആളുകൾ സംസാരിച്ചതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇന്നിപ്പം അച്ചായനെ ഇതുപോലെ വന്ന് ഇവർ ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ട കാര്യം ഇങ്ങനെ വന്ന് പറയേണ്ട ഒരു ആവശ്യകത ഉണ്ടോ? ആൻഡ് ഇതേപോലെ തന്നെ ഇതിന്റെ ഒപ്പം വെച്ചേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അവനും കണക്കാണ്, അവളും കണക്കാണ്. ഫസീന അച്ചായൻ എങ്ങനെ കണ്ടത് പലർക്കും അത് അറിയുന്നില്ല. സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളുടെ കമന്റ് ബോക്സിൽ തന്നെ തെറുക്കി അച്ചായൻ മറുപടി അതുപോലെ തെറി വിളിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചായന്റെ അമ്മേനെ ചീത്ത വിളിക്കുമ്പോൾ അതിനൊച്ചപ്പാടുണ്ടാക്കാനും അവളുടെ പേരിന് വഴക്കുണ്ടാക്കാനും ഒക്കെ നടന്നിരുന്ന ഒരാളോട് അവള് ഈ ഒരു രീതിയിലാക്കി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് കൂടി ആ വീഡിയോയിൽ പറയായിരുന്നു, ആ വോയിസിൽ. ഓക്കെ, ഇവർ തമ്മിലാണെങ്കിൽ ഒരു ബ്രദർലി സിസ്റ്റർലി ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും അങ്ങനെ നിന്നിട്ടാണെങ്കിൽ ഫസ്മിനെ ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫസ്മിനെ അങ്ങനെ ചെയ്തില്ല, അതിൽ ഫസ്മിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ ഒരു പബ്ലിക്കോട്ട് ഇരുന്ന ആ ഒരു സാധനത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ തൊപ്പി ഇത്രയും അടുത്തുന്ന ഒരു വ്യക്തിയല്ല. ആ തൊപ്പിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കിന് അച്ഛനാണെങ്കിൽ മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി. ഇപ്പൊ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുടെ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി എന്നെ പറഞ്ഞത്. ഞാൻ ഏത് രീതിയും എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. അതൊരു മകന്റെ കടമ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ അവനെന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ്. അവൻ ചിലപ്പം അവനക്ക് പറ്റുന്ന പോലെ അവൻ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. അവന് ചിലപ്പം കോടികളുണ്ടാവാം, അല്ലെങ്കിൽ അവൻ്റെ 10 രൂപ ഉണ്ടാവാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ശരി, അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത് ഒരിക്കലും അവരുടെ ആരുടെ അമ്മയാകുന്നില്ല, നമ്മുടെ സ്വന്തം അമ്മയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അച്ചായൻ ഉണ്ടാകുന്ന ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും അത്തരം സഹായങ്ങൾ ആളുകളിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുക തന്നെ ചെയ്യും. കാര്യം അത്രയും വലിയൊരു സിറ്റുവേഷനിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ ആദർശം പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ രീതിയിലായിരിക്കും. ആൻഡ് ഇതേപോലെ തന്നെ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം തൊപ്പിയുടെ കാര്യത്തിൽ അച്ചായൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും അതിനുള്ളൊരു മറുപടി. കാര്യം അച്ചായൻ ഈ വെച്ചൊരു വോയിസ് ക്ലിപ്പിൽ അച്ചായന് കിട്ടേണ്ട ഒരു മറുപടി അച്ചായൻ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനകത്തോട് തന്നെ പറയുന്നുണ്ട്. അതായത് ഒരിക്കലും അവരുടെ അമ്മയാകുന്നില്ല അത്. ഓക്കെ, അപ്പൊ അവർക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അവരുടെ അമ്മയാവുന്നില്ല, അച്ചായന്റെ മാത്രം അമ്മയാണ്. ഓക്കെ, ആൻഡ് അതിനുശേഷം അച്ചായൻ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, ഞാൻ അതോടെ ഇവിടെ വെക്കാം. വിളിച്ചിട്ട് രക്തമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, അച്ഛാ തൊപ്പിയുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്തും എന്നെ ഒന്ന് തിരിച്ച് ഫോളോ ചെയ്യുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മനോഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അമ്മ ആശുപത്രി കിടക്കുകയാണെന്നുള്ള ആ സീനൊന്നും നോക്കണില്ല. ഇത് തന്നെയാണ് എല്ലാ ആളുകളും കമന്റ് ബോക്സിലൂടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ അമ്മ ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണെങ്കിൽ ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ഫോണിൽ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഫോണുകളിലൂടെ ആണെങ്കിൽ വഴക്കുണ്ടാക്കി തീർക്കേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ പബ്ലിക്കിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് പോരാത്തിന് അതിനകത്ത് സാഡ് BGM ഒക്കെ കേട്ടിട്ട് ഇത്തരം ഒരു വീഡിയോസ് ഇടുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് കഴിയുന്നു എന്നുള്ള സാധനം തന്നെയാണ്. ഓക്കെ, ഇപ്പം ഞാനും നേരത്തെ പറഞ്ഞ പോലാണെങ്കിൽ ഇത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു സഹായം ചെയ്യേണ്ടതാണ്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പം അച്ചായന്റെ ഒരു സ്ഥാനത്ത് നമ്മൾ ആരും എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്ര ആദർശവാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും മറ്റൊരാളിൽ നിന്നും സഹായം ആഗ്രഹിക്കും. പക്ഷെ അതേ അച്ചായൻ തന്നെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, തുപ്പിയുടെ കേസിൽ പറയുന്നുണ്ട് ഒരിക്കലും അത് അവന്റെ അമ്മയാകുന്നില്ല. അതിനോടൊപ്പം ഇവർ പറഞ്ഞ കാര്യമാണ്, അതായത് ഇവർ തമ്മിൽ ആ ഒരു സഹോദര്യ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ എന്നുള്ള രീതിയിൽ.
എന്റെ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ പറയണം, നമ്മൾ അത്തരത്തിലുള്ള ഒരാളുടെ അടുത്ത് ഒരു ബന്ധം വെക്കുമ്പോൾ വാക്കാൽ മാത്രം ബന്ധം വെക്കാണ്ടിരിക്കുക. കാര്യം അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് റിലേഷൻ ആണ്. ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അത് ഫേക്ക് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ എന്ന് പറയാൻ ഞാനെന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആളുകളുമായിട്ട് ബന്ധം വെക്കുന്ന ഒരാളല്ല, ഓക്കെ. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ഒരു ബന്ധം കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ആ ഒരു ബന്ധം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാക്കാൽ മാത്രം കാണിക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും, ഓക്കെ. അല്ലാതെ വന്നിട്ട് നമ്മൾ പിന്നീട് എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ അവർ പറയില്ലേ, ഇവരിങ്ങനെ നെഗറ്റീവ് കമന്റ് പറയില്ല എന്നൊന്നും ആലോചിച്ച് നമ്മൾ നിൽക്കൂല. കാര്യം ഒരാളുടെ ജീവന്റെ കാര്യമാണ്. അതിനകത്ത് നെഗറ്റീവ് കമന്റ് നോക്കിയിട്ടല്ലേ നമ്മൾ ഒരിക്കലും ഒരാളെ സഹായിക്കണോ വേണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളെ സഹായിക്കുക സഹായിക്കാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ വ്യക്തി താല്പര്യമാണ്. അതൊരാൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പിന്നെ ഫസ്റ്റ് മിനിറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയായിട്ടുള്ള ഒരു വീണ്ടും ബന്ധത്തിലാണെന്ന് ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇടൂല എന്ന് പറയുമ്പോൾ ആ അസ്മിനയായിട്ടുള്ള ഇഷ്യൂവില് വന്ന കുറെ കമന്റ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അത്രത്തോളം ഉള്ള കമന്റ്സ് ഒന്നും എന്തായാലും ഈ ഒരു കാര്യത്തിൽ വരാൻ പോകുന്നില്ല. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.